കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികളുമായുള്ള ആദ്യ ട്രെയിൻ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആലുവയിൽ നിന്ന്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് പോകാൻ അനുമതിയുള്ളത്. ആദ്യ ട്രെയിൻ സർവീസ് ഇന്ന് വൈകിട്ട് 6-ന് ആലുവയിൽ നിന്ന് പുറപ്പെടും. അതിഥി തൊഴിലാളികളുമായി ഒഡീഷയിലേക്കാണ് ആദ്യ ട്രെയിൻ സർവീസ് നടത്തുന്നത്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഇതിൽ യാത്ര ചെയ്യാനുള്ള അനുമതി ഉണ്ടാവുക. ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടാകില്ല എന്നും വിവരങ്ങളുണ്ട്. വി അരുൺ ചേരുന്നു. അരുൺ, അങ്ങനെ ഏറെ ആവശ്യങ്ങൾക്കൊടുവിൽ കേരളത്തിൽ നിന്ന് ആദ്യ ട്രെയിൻ ഇന്ന് വൈകിട്ട് പുറപ്പെടുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ യാത്രയും മറ്റു പരിപാടികളും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്? ദിവ്യ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരമാണ് വൈകിട്ട് ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പോകും. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് റെയിൽവേ ഇത്തരമൊരു ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം റെയിൽവേയിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ട്രെയിനിന് ബുക്കിംഗ് ഉണ്ടായിരിക്കില്ല. അത് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയോ ആർക്കും ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. പകരം സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടിക അനുസരിച്ചായിരിക്കും അതിലേക്ക് യാത്രക്കാരെ കയറ്റുക. അതായത് സ്വാഭാവികമായും ജില്ലാ ഭരണകൂടമായിരിക്കും അത്തരമൊരു പട്ടിക നൽകേണ്ടത്. ഇത് എറണാകുളം ജില്ലയിലുള്ള ഇതര അതിഥി തൊഴിലാളികൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലുള്ള തൊഴിലാളികൾ കൂടെ ഉൾക്കൊള്ളിക്കുമോ, എത്ര പേർക്ക് പോകാനാകും, ഏത് ക്യാമ്പിലുള്ള ആളുകളെയാണ് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ അവ്യക്തത നിലനിൽക്കുന്നു. അല്പസമയം സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി ജി സുധാകരനാണ് അല്പസമയം മുമ്പ് നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇത്തരമൊരു വിവരം ലഭിച്ചിട്ടിരുന്നില്ല. പക്ഷേ റെയിൽവേ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു ട്രെയിൻ 6 മണിക്ക് ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. അത് സംസ്ഥാനത്തിന്റെ പ്രകാരം തന്നെയാണ് അത്തരമൊരു ട്രെയിൻ തയ്യാറെടുത്തിരിക്കുന്നതും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകൂ. കാരണം ആരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്, എന്താണ് അതിന്റെ മാനദണ്ഡം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആദ്യ ട്രെയിൻ ഇന്ന് 6 മണിക്ക് ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം റെയിൽവേയുടെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും വ്യക്തമായ മറുപടി ഉണ്ടാകും. എങ്ങനെയാണ് ഈ പട്ടിക തയ്യാറാക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു ആശയക്കുഴപ്പവും അവ്യക്തമായി നിലനിൽക്കുന്നത്. ആരെയൊക്കെ ആദ്യ ട്രെയിനിൽ ഉൾക്കൊള്ളിക്കും, ഇത് പുറത്തു വരുമ്പോൾ വേറൊരു വലിയ ആശയക്കുഴപ്പം കൂടിയുണ്ട്. അതിലെ സംസ്ഥാന തൊഴിലാളികൾ 36 ലക്ഷം ഇത്രയും തൊഴിലാളികൾ പോകാൻ നിൽക്കുമ്പോൾ അവർ എങ്ങനെയാണ് ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന കാര്യത്തിലാണ് ഏറ്റവും അധികം വ്യക്തത വരേണ്ടത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്ത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ അരുണിലേക്ക് എത്താം. ഇപ്പോൾ സിജോ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സിജോ, റെയിൽവേയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ അവർ എന്ത് വ്യക്തതയാണ് നൽകുന്നത്? ഒരു ട്രെയിൻ ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് ഇന്ന് തന്നെ യാത്ര തിരിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അത് നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആണോ? എത്രത്തോളം യാത്രക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും പോവുക എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എത്രത്തോളം യാത്രക്കാർ ഓരോ ട്രെയിനിലും ഉണ്ടാവണമെന്ന് സംബന്ധിച്ച്, അല്ലെങ്കിൽ ആദ്യ ട്രെയിനിൽ എത്ര പേര് യാത്ര ചെയ്യണം, ഓരോ ബോഗികളിലും എത്ര ആളുകൾ ഉണ്ടാകുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ്. ഏകദേശം 1 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളാണ് എറണാകുളം ജില്ലയിൽ മാത്രമുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് പെരുമ്പാവൂർ ആലുവ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആലുവയിൽ നിന്ന് ഒരു ട്രെയിൻ പുറപ്പെടാൻ വേണ്ടി ആദ്യം ഒരു അനുമതി നൽകിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവിടുന്ന് ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിൻ തന്നെയായിരിക്കും. ആലുവയിൽ നിന്ന് ഭുവനേശ്വർ വരെയായിരിക്കും ട്രെയിൻ ഉണ്ടാകുക. ഏകദേശം 23-24 ബോഗികളാണ് ഉണ്ടാകുക. ഓരോ ബോഗികളിലും പരമാവധി 50 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒരു യാത്ര നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് രജിസ്ട്രേഷനും മറ്റും ഉണ്ടാവില്ല. ജില്ലാ ഭരണകൂടം നൽകുന്ന പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളായിരിക്കും ഈ യാത്രയിൽ ഉണ്ടാവുക. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അതിഥി തൊഴിലാളികളെ ഞങ്ങളുടെ നാട്ടിൽ എത്തിക്കുന്നതിന് വിവിധ ഇടങ്ങളിൽ നിന്ന് ട്രെയിൻ ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വൈകിട്ട് 6 മണിക്കാണ് ആലുവയിൽ നിന്ന് ആദ്യ ട്രെയിൻ പുറപ്പെടുകയും ചെയ്യുക. ദിവ്യ, അതായത് സിജോ, ആലുവയിൽ നിന്ന് മാത്രം യാത്രക്കാരെ, അതായത് അതിഥി തൊഴിലാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കയറ്റിക്കൊണ്ട് മറ്റ് എവിടെയും സ്റ്റോപ്പില്ലാതെ, കേരളത്തിൽ തന്നെ മറ്റെവിടെയും സ്റ്റോപ്പില്ലാതെ, എവിടെ നിന്നും തൊഴിലാളികളെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ എടുക്കാതെ നോൺ സ്റ്റോപ്പ് ട്രെയിൻ തന്നെയായിരിക്കും. തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും നിലവിലെ സാഹചര്യത്തിൽ സ്റ്റോപ്പ് അനുവദിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ചാണ്. നിലവിൽ ആലുവ കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒരു ട്രെയിൻ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ആ സമീപ പ്രദേശങ്ങളിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പ്രയോറിറ്റി കൊടുക്കുക ഈ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള കൂടുതലായിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. എന്തായാലും യാത്രക്കാർ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ കൂട്ടത്തോടെ ഈ സാഹചര്യത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുണ്ടാകും. കാരണം ഒറ്റ ട്രെയിനാണുള്ളത്. കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഓരോ ബോഗികളിലും പരമാവധി 50 പേരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഈ യാത്ര ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കൃത്യമായ സാമൂഹ്യ അകലമുണ്ട്.
If they are asymptomatic, they can be sent home. They can undergo home quarantine. If they are symptomatic, we have to take PCR or swab test as we call it. And in pre-quarantine facilities, they have to wait till these test results come. That will take 24 to 48 hours. After that, if they are negative, they can go home again. If they are positive, they have to be isolated and treated in hospitals. So airport, the flights and the NRKs coming from abroad is not a major problem for us, because if they come with negative certificate, they are generally safe. Most of them have houses here. If they follow the quarantine protocol, should not be a problem. We have to deploy the protocols and the system in place. We have been doing this much before the lockdown began, because the first COVID case came in Kerala on 30th January, followed by 9th March, people coming from Italy. So we had started much early, and that is one of the reasons that we have been able to control. But for us, the biggest challenge is the road transport. Once that starts interstate trans, how do we ensure those protocols? How do we ensure that, because you can't possibly have so many people with negative certificate. There are not enough tests, kits available all over the country. We are right now only testing people who are symptomatic. So that is going to be a major challenge for us. So how are you planning to deal with this when people coming from other states, and any arrangements, have any states got in touch with that a large number of people there want to come back to Kerala, anything of that sort? That would be difficult to monitor, because people, when the trains arrive, you will have people of different origins, we cannot possibly screen them. See, at the same time, roads, public transport may take some time, but people coming in their own vehicles or by shared vehicles or taxis, we cannot possibly stop them. We have to come back to normalcy. We have to understand that. So protocol which we are thinking now, we are not yet finalized, is that we will have 4 or 5 entry or exit points, which will have massive facility for screening people. People will come only with registration, and we quickly verify them. If they are asymptomatic, we allow them to go. And also the police will be linked, because they should not be, they say that I'm going home and they should not land elsewhere. So with the mobile numbers and with the tracking, we'll be able to find out whether they have entered this place, they will go back to their native place, whether they have reached there, and then we follow them on individual basis. So that is what we are planning. So again, at those borders also we'll have to have pre-quarantine facilities for testing people who are symptomatic, and again take them to hospitals. We have 27 COVID hospitals identified so far. So more or less we are ready. I think we are far ahead of other states in many ways. So when you look at, yes, we are sending back the migrant workers. So anyone from other states wanting to come back with workers like that, anything that... I don't think that will happen immediately, because the migrant laborers generally they'll go every 6 months, at least once in a year. Now they are dying to go back. They don't have much money. We have taken care of them as far as food part is concerned. They would like to go back to their families, and we should allow them, because the feeling we got is 95% of them would like to go back with whatever little money they have, and then they come back after when things become normal. So this 12,000 people who would be going, 12,000 camps, about 4 lakh people. No, how many would be going today? Today only 1,200 people. 1,200. Odisha. Yeah, Odisha. So how have they been selected? I mean, what was the modus from... That is for the districts to decide. We have told them there should be no panic. Okay. They should work out priorities. The tickets will be given to us by railways. They have to pay for it. Basic fare has to be paid. It's not free. Food and water will be arranged by us. They'll be guarded by the railway police. And the individual camps, they'll have to, collectors and the local labor officers and the police will have to work out as to how to pick up, because that kind of micromanagement we cannot do sitting. So the medical team is also going along with that? No, it's not possible. It's not possible for state, it's not possible for the railways. There's no need of this, because most of these migrant laborers are very young people, and they have strong immunities. We have not heard of any cases. They might having problems, but we have not heard a single case of COVID positive. So another 5 more are in the pipeline is what you said. So you're working out the details of that? Yeah, that's already in place. I think that will happen today evening. Okay.
As far as the fight against COVID is concerned, in the state of Kerala, how do you see it at this point? Because just one more day for the second lockdown day to go. How do you see the fight in the state, and where do you see the state stands? Neetu, I was fortunate to be Health Secretary of the state for 4 years, 2005 to 9. I also got an opportunity to work in the Ministry of Health for 3 years. 7 years I have spent in health. One thing I can tell you with confidence is that Kerala is 10 to 15, 20 years ahead of other states. In terms of infrastructure, in terms of health awareness, in terms of the quality of people who are there. They are one of the best. We had the experience of Nipah virus with us. When the first case came, we already had the mechanism of contact tracing, primary secondary contacts and surveillance. ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്തയാണ് ന്യൂസ് 18നോട് പ്രതികരിച്ചത്. ഇന്ന് അതിഥി തൊഴിലാളികളുമായി ആദ്യ ട്രെയിൻ യാത്ര തിരിക്കുകയാണ്. ആലുവയിൽ നിന്ന് ഒഡീഷയിലേക്കാണ് അതിഥി തൊഴിലാളികളെയും വഹിച്ചുകൊണ്ട് ഇന്ന് ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്ന് 6 മണിക്ക് വൈകിട്ട് 6 മണിയോടുകൂടി ട്രെയിൻ സർവീസ് ആരംഭിക്കുക. ഇതോടൊപ്പം 5 ട്രെയിനുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വിശ്വാസ് മേത്ത അറിയിച്ചത്. എങ്ങോട്ടൊക്കെ ആയിരിക്കും യാത്ര എന്നത് ചർച്ച ചെയ്ത് പിന്നീട് തീരുമാനിക്കും. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഒരു ട്രെയിൻ ഇന്ന് യാത്ര തിരിക്കുകയാണ്. ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്കാണ് എന്നാണ് വിവരം ലഭ്യമാകുന്നത്. ഏതാണ്ട് 1200ഓളം പേർക്ക് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് യാത്ര തിരിക്കാൻ കഴിയും. വി അരുൺ ചേരുകയാണ്. അരുൺ, തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ആദ്യ ട്രെയിൻ ആലുവയിൽ നിന്ന് യാത്ര തിരിക്കുന്നു. മറ്റ് തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വിവരമുണ്ടോ? ആ തയ്യാറെടുപ്പുകളുടെ കാര്യത്തിലും ക്രമീകരണ കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ട്രെയിൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. റെയിൽവേയുടെ ഭാഗത്തുനിന്നും കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. സംസ്ഥാന സർക്കാർ എത്ര ട്രെയിൻ ആവശ്യപ്പെട്ടാലും അത് നൽകാൻ തയ്യാറെന്നാണ് റെയിൽവേ സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കേരളമാണ് ഇത്തരം ഒരു ആവശ്യം ആദ്യം കേന്ദ്രത്തോട് മുന്നോട്ട് വച്ചത്. അതിഥി തൊഴിലാളികളെ നാടുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഘട്ടം അവസാനിക്കുമ്പോൾ തന്നെ ട്രെയിനുകൾ വേണമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ ആ ഘട്ടത്തിൽ കേന്ദ്രം അത് അംഗീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന് ലഭിച്ച അറിയിപ്പിലും ബസ്സുകളിൽ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനം ഇന്നലെ വീണ്ടും കേന്ദ്രത്തിന് കത്ത് നൽകി. അപ്പോൾ കേന്ദ്രം നിലപാട് തിരുത്തുകയാണ്. റെയിൽവേയോട് സംസ്ഥാനം ആവശ്യപ്പെടുന്ന അത്ര ട്രെയിനുകൾ വിട്ടു നൽകാനാണ് കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. റെയിൽവേയിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്രകാരമാണ്. അതിന്റെ ഭാഗമാണ് ആദ്യ ട്രെയിൻ ഇന്ന് വൈകിട്ട് പുറപ്പെടുന്നത്. 5 ട്രെയിനുകൾ കൂടി പോകുമെന്ന് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്ത ന്യൂസ് 18നോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെ മാസങ്ങളായുള്ള ആവശ്യം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നു. സംസ്ഥാനം അതിനുവേണ്ട ക്രമീകരണങ്ങൾ കേന്ദ്രവുമായി സഹകരിച്ച് തന്നെ ഏർപ്പെടുത്തുന്നു. ഇനി അറിയേണ്ടത് ആരൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുക, എവിടെ നിന്ന് തൊഴിലാളികളെയാണ് ആദ്യഘട്ടത്തിൽ അയക്കുക, അത്തരം കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. അതത് ജില്ലാ ഭരണകൂടങ്ങളായിരിക്കും തീരുമാനിക്കുക. സ്വാഭാവികമായും എറണാകുളത്ത് ആലുവയിൽ നിന്നാണ് ഇന്ന് ആദ്യ ട്രെയിൻ പോകുന്നത്. ആലുവ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ധാരാളം അതിഥി തൊഴിലാളികൾ ഉള്ള സ്ഥലമാണ്. സ്വാഭാവികമായും അവിടെയുള്ള തൊഴിലാളികൾക്കാണോ ഇതിന് അവസരം ലഭിക്കുന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇനി സംസ്ഥാന സർക്കാരിനാണെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങോ അല്ലെങ്കിൽ അത്തരം ഒരു നടപടികൾക്കോ റെയിൽവേ ആരും സമീപിക്കേണ്ട എന്ന ഒരു നിർദ്ദേശമാണ് റെയിൽവേ നൽകുന്നത്. സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടം നൽകുന്ന പട്ടിക അനുസരിച്ച് അവർ എത്തിച്ചു നൽകുന്ന റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്തിച്ചു നൽകുന്ന ആളുകളെ അവിടെ നിന്ന് കയറ്റി അയക്കാനാണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബുക്കിംഗ് ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഓൺലൈൻ ബുക്കിംഗും ഉണ്ടായിരിക്കില്ല. പക്ഷെ അപ്പോഴും അരുൺ, ഈ വാർത്ത അറിയുമ്പോൾ തന്നെ ഒട്ടേറെ പേർ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എറണാകുളത്ത് മാത്രം ഏതാണ്ട് 1.5 ലക്ഷത്തോളം അതിഥി തൊഴിലാളികളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അതായത് അവരുടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകാനായി തയ്യാറായി കാത്തിരിക്കുന്നവർ ഒട്ടേറെ പേരുണ്ട്. ലക്ഷക്കണക്കിന് പേരാണുള്ളത്. ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ ഒട്ടേറെ പേർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഇവ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ ആരൊക്കെ ആദ്യഘട്ടത്തിൽ ആദ്യ ട്രെയിനിൽ പോകണം എന്നതൊക്കെ തീരുമാനിക്കുന്നത് ജില്ലാ ഭരണകൂടമാണോ എന്നാണോ? ദിവ്യ, ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനോട് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പട്ടിക സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യ ട്രെയിനിൽ പോകുന്നത് ഇന്ന് വൈകിട്ട് ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് ട്രെയിനിൽ പോകുന്നത് 1000 അതിഥി തൊഴിലാളികളാണ്. അവരുടെ പട്ടിക ഇതിനകം സർക്കാർ തയ്യാറായി കഴിഞ്ഞു. റെയിൽവേ, പോലീസ്, റവന്യൂ വകുപ്പുകൾ സംയുക്തമായാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടിക ഇതിനകം തന്നെ സംസ്ഥാനത്ത് തയ്യാറായി കഴിഞ്ഞു. ആ പട്ടിക അനുസരിച്ച്
തൊഴിലാളികളെ ഇന്ന് ഭുവനേശ്വറിലേക്ക് അയക്കും. 1000 തൊഴിലാളികളാണ്, 1000 അതിഥി തൊഴിലാളികളാണ് ഇന്ന് വൈകിട്ട് അതിനുള്ള അവസരം ലഭിക്കുന്ന പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറായി കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായ, വളരെ വിശ്വസനീയമായ വിവരം ലഭ്യമായി കഴിഞ്ഞു. ഇത് വളരെ രഹസ്യമായി സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നീക്കം നടത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം തൊഴിലാളികളുടെ വലിയൊരു തള്ളിക്കയറ്റം ഉണ്ടാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും അത് വ്യക്തമായിരുന്നു. കാരണം 36 ലക്ഷത്തോളം തൊഴിലാളികൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട്, ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ആ തൊഴിലാളികൾ ഏറിയ ഭാഗവും സ്വന്തം നാടുകളിലേക്ക് മടങ്ങാൻ താല്പര്യം അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു തള്ളിക്കയറ്റം ഉണ്ടാകാതെ സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. 1000 തൊഴിലാളികളുടെ പട്ടിക തന്നെ സർക്കാർ തയ്യാറാക്കി. റവന്യൂ, പോലീസ് വകുപ്പുകൾ സംയുക്തമായാണ് ഇത്തരമൊരു പട്ടിക തയ്യാറാക്കിയത്. ആ പട്ടികയുടെ അടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളെ ഇന്ന് വൈകിട്ട് 1000 പേർക്കാണ് ആദ്യ അവസരം. ആ 1000 പേരെ ഇന്ന് ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് കൊണ്ടുപോകുമെന്നാണ്. ശരി അരുൺ, കേരളത്തിൽ നിന്ന് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്ന് ആദ്യ ട്രെയിൻ സർവീസ് അവർക്കായി ആരംഭിക്കുന്നു. ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്കാണ് യാത്ര. ഇന്ന് പോകേണ്ട, അതായത് ആദ്യ ട്രെയിനിൽ പോകേണ്ട 1000 പേരുടെ പട്ടികയായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതിഥി തൊഴിലാളികൾക്കായി ആദ്യ ട്രെയിൻ സർവീസ് ഇന്ന് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്കാണ് യാത്ര. പക്ഷേ ഇതിന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായോ ബുക്കിംഗ് ഉണ്ടാകില്ല എന്നറിയിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം തന്നെ അല്ലെങ്കിൽ സർക്കാർ തന്നെ ആരൊക്കെ ആയിരിക്കണം യാത്ര തിരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. 1000 പേരാണ് ആദ്യ ട്രെയിനിൽ യാത്ര തിരിക്കുന്നത്. ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്കാണ് യാത്ര. ആലുവയിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് ആദ്യ ട്രെയിൻ സർവീസ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉണ്ടാകും. അരുണിലേക്ക്. അരുൺ, ഇതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ 1000 പേരാണ് ആദ്യ ട്രെയിനിൽ പോകുന്നത്. അത് തന്നെ ഓരോ ബോഗിയിൽ തന്നെ യാത്രക്കാരെ നിയന്ത്രിച്ച് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ യാത്ര നിശ്ചയിച്ചിരിക്കുന്നു എന്നാണോ? ദിവ്യ, ഒരു ചെറിയ തീരത്ത് 1000 അല്ല 1200 പേർക്ക് ആദ്യ ട്രെയിനിൽ അവസരമുണ്ട്. അതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൃത്യമായ വിവരം ആണ് നമ്മൾ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്. 1200 പേർക്ക് ആദ്യ ട്രെയിനിൽ അവസരമുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വരുന്ന സർക്കാർ ജില്ലാ ഭരണകൂടം കൊണ്ടുവരുന്ന അതിഥി തൊഴിലാളികൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൃത്യമായ പരിശോധന ഉണ്ടാകും, സ്ക്രീനിംഗ് ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ ട്രെയിനുകളിലേക്ക് കയറ്റുക. കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, കോവിഡിന്റെ ഈ പശ്ചാത്തലത്തിൽ കൃത്യമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് യാത്ര അനുവദിക്കൂ. ഇനി അറിയേണ്ടത്, ഇവിടെ നിന്ന് ആരെങ്കിലും ഈ ട്രെയിനിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവരെ അനുഗമിക്കുമോ, അല്ലെങ്കിൽ എന്താണ് സംവിധാനങ്ങൾ? ഇവർക്ക് ഒഡീഷയിൽ എത്തുന്നവരെയുള്ള, ഭുവനേശ്വറിൽ എത്തുന്നവരെയുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ക്രമീകരണം സ്വാഭാവികമായും സർക്കാർ അത്തരം ക്രമീകരണങ്ങളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കിയതാണ്. ഇവരെ എത്തിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തും. സുരക്ഷിതമായി ഇവരെ നാടുകളിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തം. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ നടപടിക്രമങ്ങൾ സർക്കാർ ഇതിനകം പൂർത്തിയാക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യ ട്രെയിൻ 6 മണിക്ക് പോകുമ്പോൾ 1200 പേർക്ക് അതിനുള്ള അവസരമുണ്ടാകും. ആ പട്ടികയും സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. പോലീസ്, റവന്യൂ, അതുപോലെ തൊഴിൽ വകുപ്പുകൾ സംയുക്തമായാണ് ഇത്തരം ഒരു പട്ടിക തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായുള്ള തൊഴിലാളികളെ 5 മണിയോടുകൂടിയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ നിന്ന് കൃത്യമായ പരിശോധന ഉണ്ടാകും. രോഗികളെ ഒരു കാരണവശാലും അവിടേക്ക് കടത്തിവിട സ്വാഭാവികമായും തെർമൽ സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധന അടക്കം അവിടെ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ കയറ്റിവിടുകയാണ് സംസ്ഥാനം ഇന്ന് ചെയ്യുന്നത്. ഇത് ആദ്യ ട്രെയിൻ ഇന്ന് പോകുന്നു. 5 ട്രെയിനുകൾ ഇതിനകം പോകാൻ തയ്യാറെടുത്തതായി, അല്ലെങ്കിൽ 5 ട്രെയിനുകൾ സർവീസ് നടത്താൻ തീരുമാനിച്ചതായി ആഭ്യന്തര സെക്രട്ടറി ന്യൂസ് 18നോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റെയിൽവേ പറയുന്നത് സംസ്ഥാനം എത്ര ട്രെയിനുകൾ ആവശ്യപ്പെട്ടാലും അത്രയും ട്രെയിനുകൾ നൽകാൻ റെയിൽവേ തയ്യാറാണ്. കേന്ദ്രത്തിൽ നിന്ന് അത്തരമൊരു മാർഗനിർദ്ദേശമാണ് റെയിൽവേ വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്, റെയിൽവേ മന്ത്രാലയത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളാണ് റെയിൽവേ കൈക്കൊള്ളുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ആദ്യ ട്രെയിനിൽ 1200 പേർ. ഈ 1200 പേരും എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ ആലുവയിൽ നിന്നുള്ളവർ തന്നെയായിരിക്കും എന്നാണോ? നോൺ സ്റ്റോപ്പ് ട്രെയിൻ തന്നെയല്ലേ? എവിടെ നിന്നുള്ളതെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായും നമ്മൾ സാധ്യതയാണ് പറയുന്നത്. ആലുവ, പെരുമ്പാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും സ്വാഭാവികമായും കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാവുക. വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പുകളുണ്ട്. സർക്കാരിന്റെ പ്രത്യേക ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് തൊഴിലാളികളെ കയറ്റിവിടുന്നത്. നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആയിരിക്കുമെന്നും ഉറപ്പാണ്. സർക്കാർ ആവശ്യപ്പെട്ടത് അതാണ്. റെയിൽവേ അനുവദിച്ചതും അതുതന്നെയാണ്. ആലുവയിൽ നിന്ന് ഒഡീഷ വഴി നോൺ സ്റ്റോപ്പ് ട്രെയിൻ. സ്വാഭാവികമായ ചില സ്റ്റോപ്പുകൾ ഈ ട്രെയിനുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അവിടെ മറുക്രമീകരണങ്ങൾ, ആളില്ല ലെവൽ ക്രോസ് അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ മറുക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരിടത്തും ട്രെയിൻ നിർത്താതെ ഒഡീഷയിലേക്ക് നേരിട്ട് പോവുക, അതുതന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അതുതന്നെയാണ് റെയിൽവേ
അനുവദിച്ചിട്ടുള്ളതും അത്തരത്തിലുള്ള ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആലുവ മുതൽ ഒഡീഷ വരെയുള്ള നോൺ സ്റ്റോപ്പ് ട്രെയിൻ ഇന്ന് 6 മണിക്ക് ആദ്യ ട്രെയിൻ സർവീസ് നടത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ട്രെയിനുകൾ പോകേണ്ടതുണ്ട്. പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലേക്കും നിരവധി തൊഴിലാളികൾ, ഇന്നലെ മുഖ്യമന്ത്രി ആ ഒരു പട്ടിക തന്നെ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ തൊഴിലാളികൾ എവിടെയൊക്കെയാണ് ഉള്ളത്, അത്തരം ഒരു പട്ടിക നേരത്തെ സർക്കാർ തയ്യാറാക്കിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ട്രെയിൻ പോകുന്ന ഒഡീഷയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലുമായ കൂടുതൽ സർവീസ് ഉണ്ടാകും. 5 ട്രെയിനുകൾ സർവീസിന് തയ്യാറെടുത്തതായി ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്ത തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, സിജോ കൂടി ചേരുകയാണ്. സിജോ, ഇവിടെ റെയിൽവേയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 1200 പേർ അത് എവിടെ നിന്നൊക്കെയുള്ളതാണ്? അത് ആലുവ, പെരുമ്പാവൂർ ആ മേഖലകളിൽ നിന്നുള്ളവർ തന്നെയാണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ ആദ്യ സർവീസ് ഉണ്ടാകും എന്ന് ഉറപ്പല്ലേ? 6 മണിയോട് തന്നെ ആദ്യ സർവീസ് ഉണ്ടാകും. എന്തായാലും പ്രാഥമിക പരിഗണന എന്ന നിലയിൽ ആലുവ ചേർന്നുള്ള പ്രദേശങ്ങളിലായിരിക്കും. കാരണം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് എറണാകുളം പെരുമ്പാവൂരാണ്. ഈ പെരുമ്പാവൂർ അതോടൊപ്പം തന്നെ ആലുവ മേഖലകളിലായി ജില്ലയിലാകെ 1 ലക്ഷത്തോളം പേരാണ് ഉള്ളത്. ഇതിൽ നിന്ന് പട്ടിക ഈ കോവിഡ് വന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിരുന്നു. ഇതിൽ പരിശോധനയും പലരുടെയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തായാലും മറ്റ് രജിസ്ട്രേഷനുള്ള ബുക്കിംഗ് ഒരു കാരണവശാലും ഉണ്ടായിരിക്കുകയില്ല. ഇതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആളുകളെ ആയിരിക്കും അത് പ്രാഥമിക പരിഗണന എന്ന നിലയിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഈ പട്ടികയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവരെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ച് ഏത് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്കാണ് പ്രയോറിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ യാത്രയിൽ ഉണ്ടാകുക എന്നുള്ള സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം. സിജോ, റെയിൽവേ സ്റ്റേഷനിൽ ഇതിനായുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് എന്നറിയാമോ? അവിടെ മെഡിക്കൽ പരിശോധനയടക്കം കഴിഞ്ഞതിന് ശേഷമായിരിക്കില്ലേ യാത്ര തിരിക്കുന്നതും? തീർച്ചയായും മെഡിക്കൽ പരിശോധന പൂർത്തിയായതിനു ശേഷം പൂർണ്ണ ആരോഗ്യകരാണ്, കോവിഡ് സ്ഥിരീകരിച്ച ആളുകളല്ല, അത്തരത്തിൽ രോഗലക്ഷണം ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഉള്ള ആളുകളെ മാത്രമേ തീർച്ചയായും കൊണ്ടുപോകുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആരോഗ്യപരമായ പരിശോധന മെഡിക്കൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുണ്ടാകും. എന്തായാലും റെയിൽവേ സംബന്ധിച്ച് അല്ലെങ്കിൽ ആലുവ സ്റ്റേഷനെ സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും അവർ കൃത്യമായി ഇത് ലഭിച്ചിട്ടില്ല. പക്ഷെ അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാണ്. പ്രത്യേകിച്ച് അവിടെ എത്തുന്ന ആളുകളെ എന്തായാലും ഇത്തരത്തിൽ പരിശോധനകൾ നടത്തും. അതിനുശേഷം കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് മാത്രമേ അത്തരത്തിലുള്ള ആളുകളെ ട്രെയിനിലോട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് റെയിൽവേ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി ഒരു ആശങ്കപ്പെടേണ്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ട്രെയിൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ നാട്ടിലോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരുമ്പാവൂരിൽ ഉൾപ്പെടെ അതിഥി തൊഴിലാളികൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ആളുകളുണ്ട്. ഈ വാർത്ത അറിഞ്ഞ വിവരങ്ങൾ അറിഞ്ഞ ആളുകൾ കൂട്ടത്തോടെ അവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി അല്ലെ അവരെ ആ സ്ഥലത്തോട് സംഘടിക്കാൻ വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിനെ കൃത്യമായി വിന്യസിക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ദിവ്യ, ഇന്ന് ഭുവനേശ്വറിലേക്കുള്ള ട്രെയിനിൽ 1200 ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുപോവുകയാണ്. വരും ദിവസങ്ങളിലും ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ന്യൂസ് 18നുമായി പ്രതികരിച്ചത്. ജില്ലാ കളക്ടർ നൽകുന്ന പട്ടികയിലുള്ളവരെയാണ് കൊണ്ടുപോകുന്നത്. പ്രത്യേക ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് വിശ്വാസ് മേത്ത പറഞ്ഞു. How many would be going today? Today only 1200 people. 1200. Odisha. Yeah, Odisha. So how have they been selected? I mean, what was the modus from? That is for the districts to decide. We have told them there should be no panic. They should work out priorities. The tickets will be given to us by railways. They have to pay for it. Basic fare has to be paid. It's not free. Food and water will be arranged by us. They'll be guarded by the railway police. And the individual camps, they will have to, collectors and the local labor officers and the police will have to work out. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്കായി ആദ്യ ട്രെയിൻ ഇന്ന് പോവുകയാണ്. ആലുവയിൽ നിന്ന് ഒഡീഷയിലെ ഭുവനേശ്വറിലേക്കാണ് ആദ്യ ട്രെയിനിൽ 1200 ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കൊണ്ടുപോകുന്നത്. പോലീസ്, ആരോഗ്യ, റവന്യൂ വകുപ്പുകൾ ചേർന്നുകൊണ്ടാണ് 1200 പേരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അരുൺ, ഇപ്പോൾ 1200 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടാകും. അതിനായുള്ള പട്ടികയും തയ്യാറായി വരികയാണ് എന്നാണോ? സ്വാഭാവികമായും ആ പട്ടികയും സർക്കാർ തയ്യാറാക്കും, അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ അതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിക്കും. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് മേത്ത പറയുന്നത് വളരെ വ്യക്തമാണ്. 6 ട്രെയിനുകളാണ്
ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നാടുകളിലേക്ക് പോകാൻ സർക്കാർ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 6 ട്രെയിനുകളാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും ട്രെയിനുകൾ റെയിൽവേ അനുവദിക്കുകയും ചെയ്തു. അതിന്റെ ആദ്യ ട്രെയിനാണ് ഇന്ന് വൈകിട്ട് ഭുവനേശ്വറിലേക്ക് ആലുവയിൽ നിന്ന് പോകുന്നത്. വരും ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ട്രെയിൻ സർവീസ് നടത്തും. ഇത് ആഴ്ചകളോളം നീളുന്ന ഒരു പ്രോസസ്സായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. 36 ലക്ഷത്തോളം തൊഴിലാളികൾ ഇവിടെ ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായതും ആ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് 1-2 ദിവസം കൊണ്ട് അവസാനിക്കുന്ന കാര്യമായിരിക്കില്ല. കൂടുതൽ സർവീസുകൾ സംസ്ഥാനത്ത് വേണ്ടിവരും. പല സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിൻ സർവീസുകൾ വേണ്ടിവരും. അത്രയും തൊഴിലാളികൾ ഇവിടെയുണ്ട്. അത് ഈ 36 ലക്ഷം തൊഴിലാളികൾ തന്നെ ഭൂരിഭാഗവും നാടുകളിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചതാണ്. കാരണം നമുക്ക് നേരത്തെ അറിയാം, നാടുകളിലെ ഈ ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്ത് നിന്ന് നാടുകളിലേക്ക് പോകണമെന്ന ആവശ്യമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചതാണ്. അവർ പുറത്തിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾക്ക് പോലും കഴിഞ്ഞ ദിവസവും മലപ്പുറത്തടക്കം നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ തൊഴിലാളികളെയും, നാടുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും അവിടെ എത്തിക്കുമെന്ന് സർക്കാർ തൊഴിലാളികൾക്ക് ഉറപ്പ് നൽകിയതാണ്. അതിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. കേന്ദ്രം ആദ്യം ട്രെയിൻ സർവീസ് അനുവദിക്കാൻ തയ്യാറായിരുന്നില്ല, പകരം ബസ്സുകളിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനം വീണ്ടും ഇന്നലെ കേന്ദ്രത്തിന് കത്ത് നൽകിയാണ് ട്രെയിൻ സർവീസ് തന്നെ വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. അതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരമൊരു ട്രെയിൻ സർവീസ് അനുവദിക്കാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാനം ആവശ്യപ്പെടുന്ന അത്രയും സർവീസുകൾ നടത്താൻ റെയിൽവേ തയ്യാറുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ അതിഥി തൊഴിലാളികളെയും നാടുകളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും നാടുകളിലേക്ക് എത്തിക്കാൻ സർക്കാർ സന്നദ്ധമാവുകയാണ്. അതിന്റെ ഭാഗമായാണ് ആദ്യ സർവീസ് ഇന്ന് പുറപ്പെടുക. തൊഴിലാളികളുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കി തന്നെയാകും അവിടെ എത്തിക്കുക. അത് പൂർണ്ണ ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടങ്ങൾക്കായിരിക്കും. കാരണം ഇവർക്ക് ക്യാമ്പുകളിൽ കഴിയുന്നവരാണ്. കൃത്യമായ ആരോഗ്യ പരിശോധനകളൊക്കെ ദിവസേന ഉള്ളതാണെങ്കിൽ പോലും റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോഴും അത്തരം പരിശോധന നിർബന്ധമായിരിക്കും. പ്രത്യേക ചെക്ക് പോയിന്റുകൾ തയ്യാറാക്കി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഈ മുഴുവൻ തൊഴിലാളികളെയും പരിശോധിച്ച് തന്നെയാകും ട്രെയിനുകളിലേക്ക് കയറ്റുക. അവർക്ക് ഈ 1-2 ദിവസമെടുക്കും പല സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്ന് എത്തിച്ചേരാൻ. അത്രയും ദിവസം അവർക്കുള്ള ആഹാരം, മറ്റു മരുന്നുകൾ വേണമെങ്കിൽ മരുന്ന്, അതുപോലെ തന്നെ കുടിവെള്ളം അടക്കമുള്ള സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ. അതിഥി തൊഴിലാളികളുടെ യാത്രയുമായി ബന്ധപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത തന്നെ ന്യൂസ് 8നോട് പ്രതികരിച്ചിട്ടുണ്ട്. 1200 പേരാണ് ആദ്യ യാത്രയിൽ പോകുന്നത് എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം തന്നെയാണ് ന്യൂസ് 8ന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇവരോടൊപ്പം, അതായത് ആദ്യ ട്രെയിനിൽ പോകുന്നവരോടൊപ്പം മെഡിക്കൽ ടീമോ മറ്റ് ഉദ്യോഗസ്ഥരോ ഉണ്ടാകുമോ? അത്തരം കാര്യങ്ങൾ ചില വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു സംവിധാനം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത്രയധികം തൊഴിലാളികൾ സംസ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ അതിനുള്ള മറ്റു ക്രമീകരണങ്ങളും സർക്കാർ ഏർപ്പെടുത്തുമെന്നുമാണ് മനസ്സിലാക്കാൻ. 1-2 ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്. കൃത്യമായ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്ത് തന്നെ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാകും ഈ തൊഴിലാളികളെ അവരുടെ നാടുകളിലേക്ക് സംസ്ഥാനം മടക്കി അയക്കുക. കാരണം അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു സംസ്ഥാനത്ത് നിന്ന് അവരുടെ നാടുകളിലേക്ക്. ഈ പല നാടുകളും ഇത്തരത്തിൽ കോവിഡ് ബാധിതമാണ്. അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും സ്വന്തം നാടുകളിലേക്ക് മടങ്ങുക എന്ന ഒരു ആവശ്യം അവർക്കുണ്ട്. സംസ്ഥാനത്തിനും കഴിഞ്ഞ 1 മാസത്തിലധികമായി തൊഴിലാളികളെ പൂർണ്ണമായും സർക്കാർ സംരക്ഷിക്കുകയാണ്. അവർക്ക് ആവശ്യമുള്ള സൗജന്യ റേഷൻ ആദ്യഘട്ടത്തിൽ നൽകി. പക്ഷേ സംസ്ഥാനത്ത് നൽകുന്ന അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന അരിയോ ആഹാരങ്ങളോ അവർക്ക് താല്പര്യമില്ല എന്നറിഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടെ ക്യാമ്പുകളിൽ സർക്കാർ എത്തിച്ചിരുന്നു. അവരെ പൂർണ്ണമായും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സന്തോഷവും ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി അടക്കം നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ് ചില ക്യാമ്പുകളിൽ TV അടക്കമുള്ള സൗകര്യങ്ങൾ സർക്കാർ തന്നെ ഏർപ്പെടുത്തി കൊടുത്തു. അത്തരത്തിൽ ഒരു തരത്തിലും അവർക്കൊരു അസന്തുഷ്ടി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടം മുതൽ സംസ്ഥാനത്ത് സർക്കാർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അവർ നാടുകളിലേക്ക് അയക്കുമ്പോഴും സ്വാഭാവികമായി അവർക്ക് വേണ്ട ഭക്ഷണം, മരുന്ന്, മറ്റു സംവിധാനങ്ങൾ, ഒരുപക്ഷെ ദിവ്യ ചോദിച്ചതുപോലെയുള്ള ജീവനക്കാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം ഒരു സേവനം അവർക്ക് യാത്രയിലുടനീളം ലഭ്യമാക്കുന്ന സംവിധാനങ്ങളും സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ആദ്യ സംഘം സംസ്ഥാനത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ, അതിഥി തൊഴിലാളികളിൽ നിന്ന് സംസ്ഥാനം കേരളം വിളിക്കുന്ന ആ തൊഴിലാളികളുടെ ആദ്യ സംഘം ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം. ഇപ്പോൾ ആലുവ MLA അൻവർ സാദത്ത് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അൻവർ സാദത്ത്, ആദ്യ ട്രെയിൻ ഇന്ന് ആലുവയിൽ നിന്ന് തിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ മടങ്ങുകയാണ് കേരളത്തിൽ നിന്ന്. അതിനായുള്ള സജ്ജീകരണങ്ങൾ, മറ്റ് നടപടികളൊക്കെ എവിടെ വരെയായി? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇങ്ങനെ അവിടെ അതിഥികളായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത തീരുമാനം ഏറ്റവും അഭിനന്ദനവും നല്ലൊരു കാര്യം തന്നെയാണ് ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അതിന് പോലീസും ബന്ധപ്പെട്ട അധികാരികളും അതിന്റെ ആളുകളുടെ എണ്ണം, പോകേണ്ട ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അത് എത്ര നമുക്കറിയാം, ഒരു ട്രെയിനിൽ പോകുന്ന ആളുകളുടെ എണ്ണം ഉണ്ടല്ലോ, അത് പരിമിതിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്.
തീർച്ചയായിട്ടും ഇത് ആരും ധൃതി കൂട്ടുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി തിക്കും തിരക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കൂടുതൽ ആളുകളെ ഇവിടുന്ന് ഇതുപോലെ ഇനി പല ട്രെയിനുകളും ചാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഇതുപോലെ ഒത്തിരി ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾ, എല്ലാവരും തൊഴിലാളികളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയും എത്രയും വേഗം ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ. ശ്രീ അൻവർ, നിലവിൽ ഇപ്പോൾ 1200 പേരാണ് ആദ്യ ട്രെയിനിൽ പോകുന്നത്. ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് സർക്കാർ തന്നെയാണ്. ജില്ലാ ഭരണകൂടം വഴി അവരെ കോൺടാക്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് അറിയുന്നത്. ഈ 1200 പേരും ഈ ആലുവ, പെരുമ്പാവൂർ മേഖലകളിലുള്ളവർ തന്നെയാണ് എന്നാണോ? താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അതിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എത്ര ആളുകളുണ്ടെന്നുള്ള കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും അതിന് ജില്ലാ ഭരണകൂടം അതിനുള്ള തയ്യാറെടുപ്പുകൾ മറ്റുള്ള ഓരോ ക്യാമ്പുകളിൽ നിന്നും അത് സ്വീകരിച്ച് അത് കറക്റ്റ് ആളുകളുടെ എണ്ണം തന്നെ നിശ്ചയിപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ജനപ്രതിനിധികളും അതിലെല്ലാ സഹായങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ സ്വന്തം സംസ്ഥാനത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും വളരെ സുരക്ഷിതമായി ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ അവിടെ എത്തിക്കും എന്നത് ഇതിൽ നിന്നും ഉറപ്പിക്കാമല്ലേ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വലിയൊരു അനുഗ്രഹമുള്ള കാര്യം. കാരണം ഒരു മാസക്കാലം പ്രതിസന്ധിയിലായ അല്ലെങ്കിൽ തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉള്ള വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ആളുകളും മറ്റുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ വിദേശത്തുമൊക്കെ ഇതുപോലെ തന്നെ പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ, രോഗികൾ, പല ആളുകളും അസുഖബാധിതരായിട്ട് തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും മറ്റുള്ള രാജ്യത്തും നിൽക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. ഇനി എല്ലാവർക്കും തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ അൻവർ സാദത്ത് പ്രതികരിച്ചതിന്. സിജോയിലേക്ക്. സിജോ, 6 മണിക്കാണ് ആദ്യ ട്രെയിൻ പുറപ്പെടുന്നത്. ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇതിനായുള്ള മെഡിക്കൽ പരിശോധന ആവശ്യമുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായുള്ള സജ്ജീകരണങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായും അതിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമിക ഘട്ടം നിലയിൽ ഇവരെ ആരോഗ്യ നടത്തുക എന്നുള്ളതാണ്. കോവിഡ് സ്ഥിരീകരിച്ചിട്ട് കോവിഡ് ലക്ഷണങ്ങൾ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ ഇവരെ യാത്രയ്ക്ക് കയറ്റി കൊണ്ടുപോവുകയുള്ളൂ. ഒന്നെങ്കിൽ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് തന്നെ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവരെ പരിശോധിച്ചതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇവരെ കൊണ്ടുപോവുക. അത് മാത്രമല്ല, ഇവർക്ക് ഒരു നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആണ്. അതുകൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ ഇറങ്ങിയോ അവിടുന്ന് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള സാധനങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആരെങ്കിലും ഇവരുടെ ഒപ്പം കൂടെ പോകണമെന്ന് സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും ഈ പട്ടിക സംബന്ധിച്ച കൃത്യമായ ഒരു വിവരങ്ങൾ പുറത്തുവരണം. 6 മണിക്ക് ട്രെയിൻ പോകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഈ ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ടാവുക. ഒരുപക്ഷെ കൂടുതൽ തെരഞ്ഞെടുക്കുന്ന 1200ഓളം ആളുകളാണ് ഇപ്പോൾ ഇങ്ങോട്ട് എത്താനുള്ള. ഇവരെ സുരക്ഷിതമായി ഇങ്ങോട്ട് എത്തിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരുപക്ഷെ ഇതിന്റെ പ്രോസസ് നീണ്ടു പോവുകയാണെങ്കിൽ അല്പസമയം കഴിയാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് 6 മണി സമയം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടപടികൾ എത്രത്തോളം വേഗത്തിൽ ആകുന്നതനുസരിച്ച് തന്നെയായിരിക്കും സമയ ക്രമീകരണത്തിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാവുക. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ വിവരം അറിഞ്ഞ് നിരവധി ആളുകൾ ഇങ്ങോട്ട് തച്ചുവിടാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെരുമ്പാവൂരിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് നാട്ടിലേക്ക് മടങ്ങി പോകുന്നതിന് എന്തെങ്കിലും വാഹനങ്ങൾ വേണം, പ്രത്യേകിച്ച് ട്രെയിൻ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിൽ ഏർപ്പാട് ചെയ്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ആവശ്യം ഉയർന്നിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. നിരവധി ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ആളുകൾ ഉണ്ടാകാതിരിക്കാൻ, അതായത് തടിച്ചുകൂടാതിരിക്കാൻ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ നടപടികളെല്ലാം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ. ശരി, അരുൺ, ഇപ്പോൾ 1200 പേരുടെ ആദ്യ പട്ടികയാണ്. ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ ഒട്ടേറെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എന്നാണോ? അതായത് വളരെ അത്യാവശ്യമായി നാട്ടിലേക്ക് പോകേണ്ടവർ, സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള പരിഗണനകൾ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ പട്ടിക തയ്യാറാക്കിയത്? അത്തരം കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഒരു ട്രെയിനിൽ 1200 പേരെ പരമാവധി അയക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. അതനുസരിച്ച് സാമൂഹിക അകലം പാലിച്ചു വേണം യാത്രക്കാരെ, തൊഴിലാളികളെ കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ്
അത്തരമൊരു കണക്ക് പരമാവധി 1200 ആകും ഒരു ട്രെയിനിൽ കൊണ്ടുപോവുക. അത് അടുത്ത ദിവസങ്ങളിൽ പോകുന്ന ട്രെയിനുകളിലും അങ്ങനെ തന്നെയാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നതും അതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു പട്ടിക തയ്യാറാക്കിയത്. സ്വാഭാവികമായും വളരെ അത്യാവശ്യമുള്ള ആളുകളെ ആദ്യം കൊണ്ടുപോകും. കുടുംബമായി താമസിക്കുന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. അത്തരം കാര്യമൊക്കെ സ്വാഭാവികമായും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം തന്നെയാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ആഴ്ചകളായുള്ള ഒരു ആവശ്യം, തൊഴിലാളികളുടെ ആവശ്യം അതുതന്നെയായിരുന്നു. അവർ വളരെ കാലമായി നാടുകളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിയുന്നവരാണ്. അവരെ മടക്കി വയ്ക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. വരും ദിവസങ്ങളിലും കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഇന്ന് പോകുന്നത് കൂടാതെ 5 ട്രെയിനുകൾ കൂടി യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങൾ കൂടി സർക്കാർ ഏർപ്പെടുത്തി കഴിഞ്ഞു. അത് വിവിധ ജില്ലകളിൽ നിന്നാകാം. ഒരുപക്ഷെ തിരുവനന്തപുരത്തും കോഴിക്കോടും അടക്കമുള്ള ജില്ലകളിൽ നിന്ന് അത്തരം ട്രെയിൻ സർവീസ് ഉണ്ടാകും. അതിന്റെയൊക്കെ പട്ടിക, അതിന്റെയൊക്കെ ഒരു ക്രമീകരണം സംബന്ധിച്ച് ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ എൽദോസ് കുന്നപ്പള്ളി, ആലുവയിൽ നിന്ന് ആദ്യ ട്രെയിൻ അതിഥി തൊഴിലാളികളെയും വഹിച്ചുകൊണ്ട് ഇന്ന് ഒഡീഷയിലേക്ക് ഭുവനേശ്വറിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടങ്ങളാണ് ആലുവയും പെരുമ്പാവൂരും ഒക്കെ. ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് പേരാണ് അവിടെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് പോകാനായി കാത്തിരിക്കുന്നത്. ഇവർക്കായുള്ള ട്രെയിൻ സർവീസ് ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. വരും ദിവസങ്ങളിലും 5ഓളം മറ്റ് ട്രെയിനുകൾ കൂടി യാത്ര തിരിക്കുമെന്നാണ് അറിവുള്ളത്. ഇന്ന് ഇപ്പോൾ ഏത് രീതിയിലാണ് അതിനുള്ള ക്രമീകരണങ്ങൾ, സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന്? തീർച്ചയായിട്ടും ഇങ്ങനൊരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പൊ പെരുമ്പാവൂർ എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ കുന്നനാട് താലൂക്കിൽ 1 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആവശ്യം തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു. ഭക്ഷണത്തെക്കാൾ വലിയ ആവശ്യമായി അവർ പറയുന്ന കാര്യങ്ങൾ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം ഒത്തിരി അധികം എറണാകുളം ജില്ലയിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവർക്കും ഇത് ആഗ്രഹമുള്ളവരാണ്. പക്ഷെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകൽ നടക്കില്ല. വളരെ ചുരുങ്ങിയ വളരെ ഏറ്റവും ആവശ്യമുള്ള ആളുകളെ സ്ക്രീൻ ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള ആളുകളെ മാത്രമേ ഇപ്പോൾ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത് വരും ദിവസങ്ങളിൽ ആവശ്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റും. ഇപ്പൊ മുഴുവൻ പേർക്ക് പോകണമെന്ന് ആവശ്യമുള്ള ആളുകളില്ല. ഇവിടെ വർഷങ്ങളായി ജീവിച്ചു വരുന്ന ആളുകളുണ്ട്, കൃഷി ചെയ്ത് വരുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉടനെ പോകണമെന്നുള്ള ആവശ്യമില്ല. ഇവിടെ കുടുംബവും മക്കളുമായി ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ആഗ്രഹങ്ങൾ പോകണമെന്നില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. പക്ഷെ ഭാര്യ അവിടെ, മക്കൾ അവിടെ, കുടുംബം അവിടെ, അങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ടും തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രെയിനുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവിടുത്തെ ആളുകൾ എല്ലാം കൂടെ ഒരുമിച്ച് ഓടിച്ചെന്നാൽ പോകാൻ കഴിയത്തില്ല. അതിന് ജില്ലാ ഭരണകൂടം അത് ആളുകളെ സെലക്ട് ചെയ്ത് അതിനനുസൃതമായി കാര്യങ്ങൾ ഡീൽ ചെയ്യുമെന്നുള്ളതാണ് പ്രതീക്ഷ. പക്ഷേ ഇതിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വലിയ ബോധവൽക്കരണം കൂടി വേണ്ടേ? ഒരു ഒറ്റ ട്രെയിനിൽ 1200 പേരാണ് പോകുന്നത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട്, മറ്റ് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് വേണ്ടേ പോകാൻ? അല്ല, ഇതിലിപ്പോ COVID-19 ബാധിക്കാത്ത ആളുകളാണല്ലോ പോകുന്നത്. രോഗങ്ങളില്ലാത്ത ആളുകളെ സ്ക്രീൻ ചെയ്തിട്ടാണ് അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സാമൂഹ്യ അകലം പാലിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അത്തരം കോവിഡ് പകരാനുള്ള സാധ്യതകളൊന്നും ഇതുമായി ബന്ധപ്പെട്ടില്ല. അപ്പൊ രോഗങ്ങളൊന്നും ഇല്ലാത്ത ആളുകളെ സ്ക്രീൻ ചെയ്ത് കൃത്യമായിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. ട്രെയിനിൽ പോകുമ്പോൾ സാമൂഹ്യ അകലം പൂർണ്ണമായിട്ട് പാലിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ട്രെയിനാണല്ലോ, നമുക്കറിയാം, വാഹനങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു പരിധി വരെ ശ്രദ്ധിക്കുക, മാസ്കുകൾ ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം റെയിൽവേയും ജില്ലാ ഭരണകൂടവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ COVID-19 വ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വേറെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നല്ലൊരു കെയറിംഗ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. മറ്റ് ഇടയ്ക്ക് നിർത്തുന്നുണ്ടെങ്കിലും എല്ലായിടത്തും ആളുകൾ കയറി പോകുന്ന ശൈലി സിസ്റ്റം അല്ലല്ലോ. എന്തായാലും പോലും അത് ആരൊക്കെയാണ് പോകുന്നത്, വ്യക്തമായ ആരോഗ്യമുള്ള ആളുകൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് കാര്യങ്ങൾ എല്ലാം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കൂടി യോജിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് സാമൂഹ്യാകലം ഒരു പരിധിന് നോക്കണമെന്നുണ്ടെങ്കിൽ പോലും മാസ്കുകളും മറ്റും ഉപയോഗിച്ച് പരമാവധി പടരാതിരിക്കാനും പ്രശ്നം ഉണ്ടാകാതിരിക്കാനും പോകുന്ന സമയങ്ങളിൽ നല്ല ഭക്ഷണം കിട്ടാനുമുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകും. അതിനുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. നന്ദി ശ്രീ എൽദോസ് കുന്നപ്പള്ളി പ്രതികരിച്ചതിന്. ഇന്ന് ഭുവനേശ്വറിലേക്കുള്ള ട്രെയിനിൽ 1200 ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് കൊണ്ടുപോകുന്നതെന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത ന്യൂസ് 8നോട് പറഞ്ഞത്. വരും ദിവസങ്ങളിൽ 5 ട്രെയിനുകൾ കൂടി ഉണ്ടാകും. ജില്ലാ കളക്ടർ നൽകുന്ന പട്ടികയിലുള്ളവരെയാണ് കൊണ്ടുപോവുക. പ്രത്യേക ബുക്കിംഗ് ഇതിനായി ഉണ്ടാകില്ല എന്നും വിശ്വാസ് മേത്ത ന്യൂസ് 8നോട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണമാണ് ന്യൂസ് 8ന് ലഭിച്ചത്.
Today only 1,200 people. 1,200. Odisha. Yeah, Odisha. So how have they been selected? I mean, what was the modus from? That is for the districts to decide. We have told them there should be no panic. They should work out priorities. The tickets will be given to us by railways. They have to pay for it. Basic fare has to be paid. It's not free. Food and water will be arranged by us. They'll be guarded by the railway police. And the individual camps, they'll have to, collectors and the local labor officers and the police will have to work. കേരളത്തിൽ നിന്ന് ആദ്യ ട്രെയിൻ അതിഥി തൊഴിലാളികൾക്കായി ആലുവയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ആലുവയിൽ നിന്ന് ഒഡീഷയിലേക്ക് അതിഥി തൊഴിലാളികൾക്കായി ട്രെയിൻ സർവീസ് ഉള്ളത്. 1200 അതിഥി തൊഴിലാളികളെയാണ് ഇന്ന് നാട്ടിലേക്ക് മടക്കി അയക്കുന്നത്. പോലീസും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ടാണ് ആദ്യ യാത്ര തിരിക്കേണ്ടവരെ അവരുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ രഹസ്യമായി പഴുതടച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിനായി ഉണ്ടായത്. അതിഥി തൊഴിലാളികളുടെ വലിയ തിരക്കൊഴിവാക്കാൻ വേണ്ടി പോലീസ്, ആരോഗ്യ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ടാണ് ഇവരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇവർക്കായി റെയിൽവേ സ്റ്റേഷനിൽ മറ്റു മെഡിക്കൽ പരിശോധനകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. ഇതിനുശേഷം മാത്രമായിരിക്കും ഇവരുടെ യാത്ര ഉണ്ടാകുന്നതും. വരും ദിവസങ്ങളിലും 5ഓളം ട്രെയിനുകൾ അതിഥി തൊഴിലാളികൾക്കായി കേരളത്തിൽ നിന്ന് യാത്ര തിരിക്കും എന്നുള്ള വാർത്തകളുമുണ്ട്. ആലുവയിൽ നിന്ന് ഒഡീഷയിലേക്കാണ് ആദ്യ ട്രെയിൻ ഇന്ന് യാത്ര തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആലുവയിൽ നിന്ന്, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒഡീഷയിലേക്ക് 1200 അതിഥി തൊഴിലാളികളുമായി ആദ്യ ട്രെയിൻ പോവുകയാണ്. ഇവർക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലും ജില്ലാ ഭരണകൂടവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.